ഇതാ അടുത്തത് കേക്ക് ടേബിൾ. ഈ കേക്ക് ടേബിൾ എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് തന്നെ നോക്കി മേടിക്കുക. കാരണം ഈ കേക്ക് ടേബിൾ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അതാ കണ്ടോ, ഇങ്ങനെ കറങ്ങുന്ന നല്ല നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങുന്നത് മേടിക്കുക. എന്നാലേ നമുക്ക് നമ്മളെ കേക്കുകൾ ഏറ്റവും എളുപ്പത്തിൽ കേക്ക് എന്ത് ചെയ്യുക, ഐസിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ടേബിൾ. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ്. എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കറക്കിയാൽ തന്നെ കണ്ടില്ലേ. ഇതിന്റെ മേലെ ഒരു കേക്ക് വെച്ചിട്ട് കറക്കുകയാണെങ്കിലും കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ടേബിൾ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അടുത്തത് ഇതാണ് ബലൂൺ വിസ്ക് എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടോ. ഇത് നമ്മളെ ബാറ്റർ മിക്സ് ചെയ്യാനും പൊടികൾ ചരിച്ച് മിക്സ് ചെയ്യാനൊക്കെ യൂസ് ആക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെയാണ് സ്പാച്ചില. കണ്ടില്ലേ, സ്പാച്ചില നമ്മളെ ബാറ്ററുകൾ വടിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യാനും മിക്സ് ചെയ്യാനും യൂസ് ആക്കുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ വന്നിട്ടുള്ളത് ഐസിങ് നൈഫ്. ഇതാണ് ഒരു ഐസിങ് നൈഫ്. കണ്ടില്ലേ, ഇതുപോലുള്ള ടൈപ്പ് ഒരുപാട് വിധമുണ്ട്. നിങ്ങൾ മേടിക്കുമ്പോൾ ഇതേപോലെ ലെവലായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതുണ്ട്, അത് മേടിക്കുക. അതെല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വന്ന് സ്ലോപ്പായിട്ട് ഇങ്ങനെ പോകുന്നതൊന്നുണ്ട്, ഇതുപോലത്തതാണ് മേടിക്കുക. ഇതേപോലെ വീതിയുള്ളത് മേടിക്കുക. അതേപോലെ തന്നെ അതിൽ വരുന്ന ചെറിയ ടൈപ്പുകളാണ് ഇത്. കണ്ടില്ലേ, ഇത് 3 എണ്ണം. ഇത് നമുക്ക് കേക്കിന്റെ സൈഡിലൊക്കെ ഡെക്കറേഷൻസ് കൊടുക്കാനൊക്കെ യൂസ് ആക്കും കേട്ടോ. അതേപോലെ ചെറിയ ടച്ചിങ് വർക്കിനൊക്കെ ഈ സംഭവം യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ബ്രെഡ് നൈഫ്. കണ്ടില്ലേ, ബ്രെഡ് നൈഫ് നമ്മളെ നോർമൽ നൈഫിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കണ്ടില്ലേ, ഇതിന്റെ അറ്റിങ്ങനെ പല്ല് പോലുള്ള ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രെഡ് നമ്മളെ കേക്കിന്റെ സ്പഞ്ച് കട്ട് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ബ്രെഡ് നൈഫ്. ഇത് നല്ല നീളമുള്ള ഒരു ബ്രെഡ് നൈഫാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളെ കേക്കിന്റെ സ്പഞ്ച് കട്ട് ചെയ്യുക. അതേപോലെയുള്ള സംഭവമാണ് നമ്മളെ കേക്കിന്റെ മിക്സിംഗ് ബൗള്. കണ്ടില്ലേ, കേക്കിന്റെ മിക്സിംഗ് ബൗൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ പാത്രവും നമ്മളെ കേക്കിലേക്ക് യൂസ് ചെയ്യാതെ നിൽക്കുകയാണ് നല്ലത്. കാരണം അതിൽ നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നത് അതേപോലെ കറികളൊക്കെ എടുക്കുന്നതാകുമ്പോൾ അതിന്റെ സൈഡിൽ കളറുകൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കാണൂല. നമ്മൾ എപ്പോഴും എന്തെങ്കിലും നമ്മൾ കേക്കിൻ്റെ ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെക്കുക. അതാകുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും കറ പിടിക്കുന്നതോ അതെല്ലാം ഈ കറികളെ എരിവ് ഉപ്പ് അതൊന്നും നമുക്ക് ഉണ്ടാകില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ധൈര്യമായിട്ട് നമുക്കത് ചെയ്യാം, ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്തെങ്കിലും എപ്പോഴും ഇതുപോലുള്ള കണ്ടില്ല സെറാമിക്കിൻ്റെ പോട്ടാണ് നമ്മൾ ബീറ്റർ വെച്ച് ചെയ്താലും സൈഡിലൊന്നും വികാത്ത രീതിയിലുള്ള നല്ല പ്ലാസ്റ്റിക് ടൈപ്പാണ് ഇത്. നിങ്ങൾ ഇങ്ങനത്തെ തന്നെ മേടിച്ചോളൂ കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ കൂടെ കൂട്ടാണ്ട് അതിന് വേണ്ടിയിട്ട് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇതേപോലെയുള്ള കണ്ടില്ലേ, കുണ്ടുള്ള പാത്രങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. കണ്ടില്ലേ, ഹൈറ്റ് ഉള്ളത് തന്നെ ചൂസ് ചെയ്യുക. വട്ടം പെരന്ന സൈസാകരുത്, ഇതേപോലെ കുണ്ടുള്ള സൈസാകാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മിക്സിംഗ് ബൗൾ. ഇത് നല്ലതന്നെ നോക്കി മേടിച്ചോളി. നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള തന്നെ മേടിക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലുള്ള ഇത് നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്താലും കഴുകി വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലുള്ള പൈപ്പിംഗ് ബാഗ് മേടിക്കാം, ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടും. ഒരു ഒറ്റൊന്നും ഉണ്ടാവുള്ളൂ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ നമ്മൾ നോസിൽ അതിൽ ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അത് ചിലപ്പോൾ റൗണ്ട് കൂടുതൽ റൗണ്ട് കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നോസിൽ ഇതിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ പൈപ്പിംഗ് ബാഗ് ചൂസ് ചെയ്യുക. അതേപോലെ നോസിലുകൾ ഒരുപാട് നോസിലുണ്ട്, കുറേ വെറൈറ്റി നോസിലുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും യൂസ് ചെയ്യുന്ന നോസിൽസ് ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് വന്നിട്ടുള്ളത് ഫ്ലവർ നോസിലാണ്. ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് 144. ഫ്ലവർ വരക്കാൻ യൂസ് ചെയ്യുന്ന നോസിലാണ് കേട്ടോ. കാണുന്നില്ലേ, ഇതിൻ്റെ വായു കണ്ടില്ലേ, ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറഞ്ഞ സ്ലോപ്പായിട്ട് വരുന്നത് ഒന്നിങ്ങനെ വളഞ്ഞു വരുന്ന ടൈപ്പാണ്. കണ്ടില്ലേ, നിങ്ങൾക്കിനെ കാണുന്നുണ്ടാവും, ഒരറ്റം വീതി കൂടുതലും വീതി കുറയും. ഇതിൻ്റെ പേരാണ് ഫ്ലവർ നോസിൽ 144 എന്നാണ്. അതേപോലെ തന്നെ ഈ സംഭവമാണ് ഫ്ലവർ സ്റ്റാൻഡ്. ഇതിൻ്റെ മേലെ വെച്ചിട്ട് ബേസ് വെച്ചിട്ടാണ് നമ്മൾ കേക്കിൽ ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, അതേപോലെ വേറൊരു സംഭവമാണ് ഇത് സ്റ്റാർ നോസിൽ. 1D 2D അങ്ങനെയൊക്കെ പറയും. 1D നോസിൽ കണ്ടില്ലേ, ഇതാണ് സ്റ്റാർ നോസിൽ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഫ്ലവറൊക്കെ വെച്ചെടുക്കാം. അതേപോലെയുള്ള ഈ സംഭവമാണ് ഇതും 2D നോസിൽ. കണ്ടില്ലേ, ഇതിനൊന്നും ഇതില്ല കേട്ടോ, നമ്പർ ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇത് കണ്ടില്ലേ, ഇതാണ് 2D നോസിൽ. കണ്ടില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് എല്ലാ കേക്കിലും ഫ്ലവർ വെച്ചെടുക്കാൻ പറ്റുന്ന നോസിലാണ്. പിന്നെ ഇത് വേറൊരു നോസിലാണ്. ഇത് ഫ്ലവർ നോസിൽ തന്നെയാണ്. ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് 62 എന്നാണ് കേട്ടോ. 62 എന്നാണ്. ഇതിൽ ലെവലായിട്ട് കുറച്ച് വീതി കൂടുതലായിട്ട് വരുന്ന ചെറിയ ഹോൾസാണ് വീതി കൂടുതലായിട്ട് വരുന്ന ഒരു ഫ്ലവർ നോസിലാണ്. ഇതും അതേപോലെ ഒരു നോസിൽ തന്നെയാണ് കേട്ടോ. ഡോട്ട്സ് ഇടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നോസിലാണ്. പിന്നെ ഇതേപോലെ ഇത് പുല്ല് വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിലാണ് കേട്ടോ. അതേപോലെ ഒരുപാട് നോസിൽസ് ഉണ്ട്. അതേപോലെ
നമുക്ക് ലീഫ് വരക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് നോസിൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് ലീഫ് വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിൽ. ലീഫ് നോസിൽ ഒരുപാട് വിധമുണ്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും നോസിൽസ് എന്ത് ചെയ്താൽ മതി, നമുക്ക് മതി. ഇത്രയും നോസിൽസുകൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത്രയും നോസിൽ മതി കേട്ടോ. നമുക്ക് കാണുന്നില്ലേ, പിന്നെ വന്നിട്ടുള്ളത് കേക്കിൻ്റെ ബോർഡ്, കേക്കിൻ്റെ ബേസ് ബോർഡ് എന്നൊക്കെ പറയും. ഇത് വന്നിട്ടുള്ളത് 1 kg-ൻ്റെതും ഇത് വന്നിട്ടുള്ളത് 1/2 kg-ൻ്റെയാണ്. അപ്പോൾ 1 kg-ൻ്റെ ബോർഡ് എത്ര എടുക്കണം നമ്മൾ മേടിക്കുക വെച്ചാൽ, നമ്മൾ സെയിം എന്ത് ചെയ്യുക, ടിൻ അളന്ന പോലെ തന്നെ നമ്മളെ ഇതെടുത്തിട്ട് അളന്ന് നോക്കുക. 1-ൻ്റെ അളന്ന് 9 × 5 9.5 ഇഞ്ചാണ്. അതേ സെയിമിന് 9.